നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ MG ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പയർ നടുന്നതും അതിന് ചേർക്കുന്ന മണ്ണും വളവും എല്ലാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ചട്ടിയിലും ഗ്രോ ബാഗിലുമൊക്കെ എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കുന്നതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ വളങ്ങൾ ചേർക്കാൻ പോവുകയാണ്. ഇത് കുമ്മായം ചേർത്ത് സമ്പുഷ്ടീകരിച്ച മണ്ണാണ്. ഇതിൽ ഞാനിപ്പോൾ വളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് എല്ലുപൊടി, ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മണ്ണിൽ നിന്നുള്ള കീടശല്യങ്ങളും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ണ് മിക്സ് ചെയ്യാം. മണ്ണും വളവുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നിറയ്ക്കാം. ഈ ചട്ടിയിലേക്ക് നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ ഈ ഹോളിൽ മണ്ണും വളങ്ങളുമൊക്കെ ഒലിച്ച് ഹോളിൽ കൂടെ അങ്ങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കല്ലോ കട്ടയോ ടൈൽ പീസോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഈ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാഴക്കരിയിലയാണ്. ഇത് അടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളും മണ്ണ് നിറയ്ക്കാതെ കരിയില കൂടി, ഏത് കരിയിലയായാലും മതി, വാഴക്കരിയില അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതെങ്കിലും കരിയില കുറച്ച് നിറച്ച് കൊടുത്താൽ നമ്മുടെ മണ്ണും വളവും ഭയങ്കരമായി ഒഴുകി താഴെ പോകാതിരിക്കുകയും പതുക്കെ കൊണ്ട് ഈ കരിയില ദ്രവിച്ച് മണ്ണിലേക്ക് വളമായി ചേരുകയും മണ്ണിന് നല്ല ഇളക്കം കിട്ടുകയും ചെയ്യും. കൂടാതെ വെയിറ്റും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ മണ്ണ് നിറയ്ക്കാം. ബാക്കി ചട്ടികളെല്ലാം ഞാൻ നിറച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ഇത്രയും മതി. നമ്മൾ നിറച്ചിടാൻ പാടില്ല. ഇത്രയും മതി. അപ്പോൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് തൈ നടാൻ പോവുകയാണ്. ഇത് ഞാൻ നേരത്തെ പാകി വെച്ചിരുന്ന പയർ തൈകളാണ്. ഇതിൽ നിന്നൊരെണ്ണം എടുത്ത് ഇങ്ങനെ നടുക്കൊരു കുഴിയുണ്ടാക്കി അതിലേക്ക് വച്ചു കൊടുക്കണം. ഈ നട്ട് കഴിഞ്ഞിട്ട് ഇതിലെന്താണ് കൊടുക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഈ പയർ കൂടി ഒന്ന് നടട്ടെ. നിങ്ങൾ കണ്ടോളൂ.
ഇത് ഞാൻ നേരത്തെ നിറച്ച് വെച്ചിരുന്ന മണ്ണാണ്. അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും കരുത്തോടു കൂടി വരുവാനും വേണ്ടി നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. സ്പൂണിൻ്റെ അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് 20 ഗ്രാം എന്ന കണക്കിനാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഞാനൊരു 2 ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട്. അതിനാണ് 40 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം, 2 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ നട്ട് വച്ച ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് മണ്ണിൽ നിന്നുള്ള ഫംഗൽ ബാധയൊക്കെ തടയാനും നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളർന്നു വരുവാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് നട്ടതെന്നും അതിൻ്റെ വളപ്രയോഗവും അതിന് കൊടുത്ത ലിക്വിഡും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അടുത്ത് ഞാൻ ഇതുപോലെ ചെയ്ത് വച്ചിരിക്കുന്ന പയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൃഷി ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇതെല്ലാം പൂവിട്ട് തുടങ്ങി, പയർ പിടിക്കാൻ തുടങ്ങി. നല്ല നീളമുള്ള പയറാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അതുപോലെ ഈ പയറിന് ഞാനിനി കൊടുക്കുന്ന വളം എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ജൈവ സ്ലറിയാണ്. ഞാൻ 1 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച് പുളിപ്പിച്ചിട്ട് അതിൽ നിന്നും 1 കപ്പ് എടുത്തതാണ് ഞാൻ ഈ കാണിച്ചത്. ഇതിലേക്ക് ഞാനിപ്പോൾ 10 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഒഴിച്ചിട്ട് ഈ എല്ലാ പയർ ചെടിക്കും അതിൻ്റെ ചെവിട് നല്ല മണ്ണം നനയും വിധം നമ്മളിതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പയറുചെടി നല്ല കരുത്തോടെ വളരുകയും ഇഷ്ടംപോലെ പൂവിടുകയും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കൊടുത്ത വളങ്ങളും ഞാൻ എങ്ങനെയാണ് ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ പയർ നടുന്നതെന്നും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെയും ചെയ്യില്ലേ കൂട്ടുകാരെ? എല്ലാവരും ചെയ്യണം. നല്ല രീതിയിൽ കൃഷിയൊക്കെ നമ്മുടെ അടുക്കള മുറ്റത്ത് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയണം. ഇതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും അതിന് സാധിക്കുന്നതാണ്. താങ്ക് യു.